ഹായ്. അപ്പോൾ ഇന്ന് 8 മണിക്ക് ലൈവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അർജൻറ്റായിട്ടൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഒരു വിളി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ 8 മണിക്ക് കഴിയും. ഞാൻ എന്തായാലും അടുത്ത ദിവസം തന്നെ ലൈവിൽ വരുന്നതായിരിക്കും. ഇത് അർജൻറ്റായിട്ട് പോകേണ്ട ഒരു കോൾ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തായാലും ഞാൻ വരാൻ വേണ്ടിയിട്ടെല്ലാം പ്ലാൻ ചെയ്ത് നിന്നായിരുന്നു. എല്ലാം സെറ്റാക്കിയതാണ്. ഈ ചെയറും ഇതെല്ലാം ലൈവ് വരാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റാക്കി തന്നെയാണ്. അപ്പോൾ അർജൻറ്റായിട്ടുള്ളൊരു കോളാണ്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഇന്ന് ലൈവ് വരാൻ വേണ്ടി നിന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളോട് ഡയറക്റ്റ് ഒന്ന് സംസാരിക്കുക, നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ മെസ്സേജ് ആയിട്ടും അതുപോലെയുള്ള എല്ലാം അയക്കുമ്പോൾ എല്ലാവരോടും എനിക്ക് ഒരുമിച്ചിട്ട് നിങ്ങളെ കമൻറ്റോ കാര്യങ്ങളോ നോക്കിയിട്ട് അതിന് റിപ്ലൈ തരാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു സന്തോഷം. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ലൈവ് വരാമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലോ എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു മെസ്സേജായിട്ടോ കമൻ്റായിട്ടോ അറിയിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് ലൈവായിട്ട് അതിനുള്ള മറുപടി പറയാം എന്നെല്ലാം വിചാരിച്ചിട്ടായിരുന്നു ലൈവ് വരാമെന്ന് പറഞ്ഞത്. അത് കൂടാണ്ട് ഒരു കാര്യം കൂടിയുണ്ട്. ശാന്തിദീപം സ്കൂളിൻ്റെ സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ ആ സ്കൂളിലെ കുട്ടികളുടെ ഒരു എക്സിബിഷൻ നാളെ കണ്ണൂർ നടക്കുന്നത് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിലാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ ബിയോണ്ട് ബൗണ്ടറീസ് പരിമിതികൾക്കപ്പുറം എന്ന് പറഞ്ഞിട്ട് എക്സിബിഷൻ അന്ന് നമ്മളവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ തന്നെ അത് ഉണ്ടാക്കുന്നതാണോ നമുക്കടക്കം ഡൗട്ടുണ്ട്. അപ്പോൾ അവരവിടുന്ന് ലൈവായിട്ട് ഡൗട്ടുണ്ട് എന്നല്ല, നമുക്ക് സംശയം വരും എല്ലാവർക്കും. അപ്പോൾ പരിമിതികളുള്ള കുട്ടികൾ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. ഞാനും ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ലൈവായിട്ടാണ് ഓരോ കാര്യങ്ങളും വരച്ചിട്ടും അതുപോലെല്ലാം ചെയ്തിട്ട് നമ്മൾ കാണിക്കുന്നത്, എക്സിബിഷൻ നടത്തുന്നത്. അതിന് പുറമെ പാട്ടായിട്ടും അതുപോലുള്ള കലാപരിപാടികളും എല്ലാം നാളെയും മറ്റന്നാളും 14, 15 കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അത് ഒന്ന് പ്രധാനമായിട്ട് പറയാൻ, നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കണ്ണൂർ ഭാഗത്തുള്ളവരും നമുക്ക് വരാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വന്ന് വിജയിപ്പിക്കണം. ആ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യണം, ടീച്ചറെ സപ്പോർട്ട് ചെയ്യണം, മക്കളെ സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ഒരു ഇത് അറിയിക്കുക എന്നുള്ളൊരു പ്രധാന ഉദ്ദേശം ഉണ്ടായിരുന്നു ലൈവിൽ വന്നിട്ട്. അതാണ് ഞാനിപ്പം വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് കൾച്ചറൽ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. 14, 15 നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ എന്തായാലും നാളെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് പ്രധാനമായിട്ട് പറയണം, നമ്മളെ ആൾക്കാരോട് പറയണം, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവിടത്തേക്ക് വരണം എന്ന് പ്രധാനമായിട്ട് പറയാനാണ് ഞാൻ ഇന്ന് ലൈവ് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വരാൻ പറ്റിയില്ല, അർജൻറ്റായിട്ട് പോകേണ്ടതാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് കട്ട് ചെയ്യുന്നു. ഇത് ആ ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ എക്സിബിഷൻ്റെ വീഡിയോസും കാര്യങ്ങളായിരിക്കും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അടുത്ത ദിവസം തന്നെ ലൈവിൽ വരും. അപ്പോൾ എല്ലാവരോടും ഒരിക്കലും കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ബൈ.